ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. സാഹചര്യമാണ് ഉള്ളത് ആവർത്തിച്ച് പറഞ്ഞിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത് തടയാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ വേണ്ടത്ര ഒരു കർശനമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകുന്നില്ല. ഇപ്പൊ ലഹരി കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് സ്കൂളുകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുവരുന്നു. ഈ ലഹരിക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ സർക്കാരിന്റെ സംരക്ഷണത്തിലുള്ള ആളുകളാണ്. ഈ ലഹരി ശൃംഖല കേവലം വിദ്യാർത്ഥികളെ ലഹരിക്ക് അടിമയാക്കുക മാത്രമല്ല, അതിന്റെ പേരിലുണ്ടാകുന്ന വലിയ സാമ്പത്തിക ലാഭം അത് ലോകമെമ്പാടുമുള്ളതുപോലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ലഹരി. അതാണ് ഒരു ക്രൈസ്തവ പിതാവ് സൂചിപ്പിച്ചത്. ലഹരി കേവലം ലഹരി മാത്രമല്ല, കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്ന് മാത്രമല്ല, ലഹരി അന്താരാഷ്ട്ര തലത്തിൽ ഭീകരപ്രവർത്തനത്തിന്റെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അഫ്ഗാനിസ്ഥാനിൽ ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ കേരളം ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ കേരളം നേരത്തെ തന്നെ കേരളത്തിന്റെ കുറിച്ചുള്ള വലിയ ആക്ഷേപം ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷവും പോപ്പുലർ ഫ്രണ്ടിന് പല രീതിയിൽ പ്രവർത്തിക്കാനുള്ള അനുവാദം കേരളത്തിൽ കിട്ടുന്നു. കേരള സർക്കാരിന് തന്നെ കോടതിയിൽ പോയിട്ട് മാപ്പ് പറയേണ്ടി വരുന്നു.